സൺഡേ സലമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. ലോകം ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ആ ചർച്ച, ഇറാന്റെ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ ഉപേക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാനും അമേരിക്കയുമായി നടത്തുന്ന ആ ചർച്ച ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് ഒമാന്റെ തലസ്ഥാനമായ മസ്കറ്റിൽ ആരംഭിക്കുകയാണ്. അമേരിക്കൻ ടീമിനെ ലീഡ് ചെയ്യുന്നത് ട്രംപിൻ്റെ സ്പെഷ്യൽ എമിസറി ആയിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫാണ്. ഇറാൻ ടീമിനെ നയിക്കുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചിയാണ്. രണ്ടുപേരുടെ കൂടെയും വലിയ ഒരു സയൻറ്റിഫിക് ടീമും കൂടി, ടെക്നിക്കൽ ടീമും കൂടി ഉണ്ട്. രണ്ട് ടീമുകളും ഇന്ന് രാവിലെ മസ്കറ്റിൽ എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഉച്ചയ്ക്ക് മുൻപേ ചർച്ചകൾ ആരംഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മസ്കറ്റിൻ്റെ വിദേശകാര്യമന്ത്രി ചർച്ചകൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്തു കൊടുക്കുവാൻ തയ്യാറായി മസ്കറ്റിൽ ഇരു കൂട്ടരെയും കാത്തു നിൽക്കുമെന്നും പ്രതീക്ഷിക്കപ്പെടുന്നു. ഇത് ഡയറക്റ്റ് ടോക്കാണെന്നാണ് അമേരിക്ക പറയുന്നത്. ഇൻഡയറക്റ്റ് ടോക്കാണെന്നാണ് ഇറാൻ പറയുന്നത്. ഡയറക്റ്റ് ആയാലും ഇൻഡയറക്റ്റ് ആയാലും ടോക്ക് നടക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇൻഡയറക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ ടീം ഒരു മുറിയിലിരിക്കുന്നു, ഇറാനിയൻ ടീം വേറൊരു മുറിയിലിരിക്കുന്നു. ഒമാന്റെ വിദേശകാര്യമന്ത്രി ഓരോ ടീമിൻ്റെ അടുത്തും കാര്യങ്ങൾ ചോദിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് മുറിയുടെ കൂടെ ഓടി നടക്കുന്നു. ഇതാണ് ഇൻഡയറക്റ്റ് ടോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അമേരിക്ക അത്തരം ഒരു ടോക്കിന് തയ്യാറല്ല എന്ന് ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഇറാൻ അവിടെ എത്തിയിട്ടുണ്ട്. ഇതൊക്കെ ഈ ഖമനേയി എന്ന് പറയുന്ന ഇറാന്റെ ഭരണ നേതൃത്വത്തിലുള്ള ആത്മീയ നേതാവ് എന്ന് വിളിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ കൈപ്പിടിയിലാണ് ഭരണം. അദ്ദേഹം പറയുന്നതിനപ്പുറത്തേക്ക് ഇറാനിലെ ഒന്നും സംഭവിക്കാൻ അദ്ദേഹം അനുവദിക്കില്ല. പ്രത്യേകിച്ചും പ്രായാധിക്യത്തിൻ്റെതായ എല്ലാത്തരം വാശികളും മൊരട്ട സ്വഭാവവും വിദ്യാഭ്യാസമില്ലാത്തതിൻ്റെ ശുദ്ധ വിവരക്കേടും ആ മനുഷ്യനെ അങ്ങേയറ്റം പൊതിഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ അവിടുത്തെ ഭരണ നേതൃത്വമുള്ള ആരും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ തെറ്റിക്കാൻ തയ്യാറല്ല. ഇപ്പം ഈ ഇന്ന് ന്യൂയോർക്ക് ടൈംസിൽ ഇന്നലെ പ്രസിദ്ധീകരിച്ച വളരെ വിശദമായ ഒരു ലേഖനത്തിൽ ഇറാനിയൻ ഒഫീഷ്യൽസ് എത്ര ശ്രമിച്ചിട്ടാണ് ഇത്തരം ഒരു ടോക്കിന് പെർമിഷൻ ഈ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയെടുത്തതെന്നതിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. മാസങ്ങളോളം നീണ്ടു നിന്ന ഇദ്ദേഹത്തിൻ്റെ മുൻപിൽ പോയുള്ള നിലവിളി, പെഷേസ്കിയാൻ അടക്കമുള്ള ആളുകൾ ഇദ്ദേഹത്തെ ഇത് പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ, ഇങ്ങനെ ഒരു ടോക്കിലേക്ക് നമ്മൾ പോയില്ലെങ്കിൽ രാജ്യത്തിനുണ്ടാകുന്ന ഭീകരാവസ്ഥ എന്താണ് എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇവർ മാസങ്ങളെടുത്തു എന്നാണ് പറയുന്നത്. കാരണം ഈ മനുഷ്യനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് അമേരിക്കയോടുള്ള വലിയ വിരോധം 1979 ഖമനേയിമാർ ഭരണമേറ്റെടുത്തതിന് ശേഷം അമേരിക്കയുമായി വലിയ വിരോധം സൂക്ഷിക്കുന്നവരാണ്. അപ്പം അമേരിക്കയുമായിട്ടുള്ള ആ വലിയ വിരോധത്തിൻ്റെ ഭാഗമായി ഒരു ചർച്ചയും അവരുമായിട്ട് വേണ്ട, അവരുമായിട്ട് യുദ്ധം ചെയ്താൽ മാത്രം മതി എന്നൊരു നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അവരുമായിട്ട് യുദ്ധം ചെയ്താൽ ജയിക്കുകയോ ഇല്ലയോ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അറിയാനുള്ള യാതൊരു ടെക്നിക്കൽ നോഹാവും ഈ മനുഷ്യനില്ല. ഇദ്ദേഹത്തെ സംബന്ധിച്ച് ഇദ്ദേഹം വിചാരിക്കുന്നത് എന്തോ തരത്തിലുള്ള പ്രോവിഡൻസ് കൊണ്ട്, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ദൈവം അദ്ദേഹത്തെ വന്ന് രക്ഷിക്കുമെന്നോ, അല്ലെങ്കിൽ മരിച്ചാൽ നേരെ സ്വർഗത്തിൽ പോകാമെന്നോ ഒക്കെയുള്ള വികലമായ സ്വപ്നത്തിൻ്റെ പുറത്ത് സഞ്ചരിക്കുന്ന ഒരു മത തീവ്രവാദിയാണ് ഈ മനുഷ്യൻ. അപ്പോൾ അദ്ദേഹത്തെ സംബന്ധിച്ച് അമേരിക്കയുമായി യാതൊരു തരത്തിലുള്ള ടോക്കും വേണ്ട എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ നിലപാട്. അപ്പോൾ ഇവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിച്ചത് അമേരിക്കയുമായിട്ട് ഒരു ചർച്ചയിൽ ഏർപ്പെട്ടില്ലെങ്കിൽ ഇറാന്റെ പ്രധാനപ്പെട്ട രണ്ട് ന്യൂക്ലിയർ പരീക്ഷണ കേന്ദ്രങ്ങളുണ്ട്, അണുപരീക്ഷണ കേന്ദ്രങ്ങളുണ്ട്. ആ പ്രധാനമായിട്ടും ഈ ആറ്റമിക് ബോംബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് അവിടെയാണ്. ആ രണ്ട് അണുപരീക്ഷണ കേന്ദ്രങ്ങളും നിശ്ചയമായും അമേരിക്കയും ഇസ്രായേലും ചേർന്ന് നശിപ്പിക്കും. അങ്ങനെ നശിപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ ഇറാന് തിരിച്ചടിക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇറാൻ തിരിച്ചടിക്കുന്ന സമയത്ത് ഒരു യുദ്ധമാവുന്ന സമയത്ത് ഇപ്പോൾ തന്നെ സാമ്പത്തികമായി അങ്ങേയറ്റം തകർന്നു നിൽക്കുന്ന രാജ്യത്തിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമായി പോകും. രാജ്യത്ത് വെള്ളമില്ല. ഈ കാര്യം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്യുന്നു. ടെഹ്റാനിൽ ഇപ്പോൾ 3 ദിവസമാണ് സ്കൂൾ നടക്കുന്നത്. ബാക്കി 4 ദിവസവും സ്കൂളിലെ ക്ലാസ്സുകൾ, സ്കൂള്, കോളേജ് ഇത്തരം കാര്യങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. അതിന് കാരണം അവിടെ വെള്ളമില്ല. പവർ ഇല്ലാത്തത് കൊണ്ട് ഫാക്ടറികളൊന്നും വർക്ക് ചെയ്യുന്നില്ല. എല്ലാ തരത്തിലുള്ള സാമ്പത്തിക കാര്യങ്ങളും നിന്നുകൊണ്ടേയിരിക്കുകയാണ്. അമേരിക്ക അവസാനമായിട്ട് വാൺ ചെയ്തിരിക്കുന്നത്, ഇവരിപ്പോൾ ചൈനയ്ക്ക് ഓയിൽ വിൽക്കുന്നുണ്ട്. അപ്പോൾ ചൈനയ്ക്ക് ഓയിൽ വിൽക്കുന്ന ആ ഒരു കാര്യം കൂടി അമേരിക്ക പൂർണ്ണമായും ഇല്ലാതാക്കും എന്നാണ് അമേരിക്കയുടെ അവസാനത്തെ ഭീഷണി. അവർ പറയുന്നത് ഗൾഫിലൂടെ അറേബ്യൻ സീയിലേക്ക് പ്രവേശിക്കാൻ ഒരു ഇറാനിയൻ കപ്പലിനെ പോലും, അല്ലെങ്കിൽ ഇറാനിൽ നിന്ന് ഓയിലുമായി വരുന്ന ഒരു കപ്പലിനെ പോലും അനുവദിക്കുകയില്ല. അങ്ങനെ ഒരു കപ്പൽ പുറത്ത് കടന്നാലല്ലേ ചൈനയിലേക്ക് ഓയിൽ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഈവൻ ഇന്ത്യയും അവരുടെ അടുത്ത് ഓയിൽ വാങ്ങുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഓയിൽ ട്രാൻസ്പോർട്ടേഷൻ പരിപൂർണമായി തടയുമെന്നും അതോടെ ഇറാന് ബ്രെഡ് വാങ്ങിക്കാൻ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിക്കാനുള്ള
സാഹചര്യം പോലും ഇല്ലാതാകുന്ന സാഹചര്യം നിലവിൽ വരും. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും ഒരു വലിയ ബഹുജന പ്രക്ഷോഭം ഇറാനിലുണ്ടാവും. കാരണം പട്ടിണി നടക്കുന്ന മനുഷ്യരാണ്, അവരെ ഒരു തരത്തിലും തടഞ്ഞു നിർത്താൻ. ഇപ്പം തന്നെ ജനം മടുത്തു, അങ്ങേയറ്റം മടുത്തു. ഈ ഇറാൻ റവല്യൂഷണറി ഗാർഡ് എന്ന് പറയുന്ന പട്ടാളം, അത് ഇറാന്റെ ദേശീയ പട്ടാളം എന്നൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അത് ഒരുതരം മതപട്ടാളമാണ്. അപ്പം മത നേതൃത്വം പറയുന്നത് മാത്രം അനുസരിക്കുന്ന ഒരു പട്ടാളമാണ്. പക്ഷെ ആ പട്ടാളം പോലും ഈ ഏറ്റവും ദാരിദ്ര്യം അങ്ങ് പരമാവധി ആയി കഴിഞ്ഞാൽ, ദാരിദ്ര്യം വേരിന് പിടിച്ചാൽ പട്ടാളത്തിന്റെ വേരിന് ദാരിദ്ര്യം പിടിക്കും. അങ്ങനെ ദാരിദ്ര്യം പിടിക്കുന്ന ഒരു സാഹചര്യം വന്നാൽ ജനം ഒരു പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ ഇസ്ലാമിക റെജിം എന്ന് പറഞ്ഞ സാധനം അവിടെ വീഴുകയും ഇവിടുത്തെ ഭരണമാറ്റം സംഭവിക്കുകയും ചെയ്യും. ഇപ്പൊ ഖമനയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഇസ്ലാമിക റെജിം നിലനിർത്തുക എന്നുള്ളതാണ്. അതായത് ഈ ശരീഅത്ത് ഭരണം അത് നിലനിർത്തുക എന്നുള്ളതാണ്. കാരണം അത് ദൈവത്തിന് വേണ്ടി നിലനിർത്തുന്ന കാര്യമാണ്. അത് ഇല്ലാതാവുന്ന ഒരു സാഹചര്യം അദ്ദേഹത്തിന് ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. അപ്പൊ ഇത് ഒരു യുദ്ധത്തിലേക്ക് പോവുകയാണെങ്കിൽ നിശ്ചയമായും അത് ഇവിടുത്തെ ശരീഅത്ത് ഭരണത്തിന്റെ അവസാനമായിരിക്കുമെന്നും ഇവിടെ 79 മുൻപുണ്ടായിരുന്ന രാജഭരണത്തിന് പകരം ഇവിടെ ഒരു ജനാധിപത്യ ഗവൺമെന്റ് നിലവിൽ വരുമെന്നും അദ്ദേഹത്തെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ സാധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ചർച്ചയ്ക്ക് സമ്മതിച്ചിട്ടുള്ളത്. ഈ ചർച്ചയ്ക്ക് സമ്മതിക്കുമ്പോഴും ഇദ്ദേഹം ഇൻഡയറക്ട് ടോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൃത്യമായി വരച്ച് ഇതിനകത്ത് പുറത്തേക്ക് ഇയാടെ നിന്നെ കാച്ചിക്കളയെന്ന് പറഞ്ഞിട്ടാണ് ഈ അബ്ബാസ് അരാക്ചിയെ അവിടുന്ന് പറഞ്ഞയച്ചിട്ടുള്ളത്. അപ്പം ഇവര് ഈ ഇൻഡയറക്ട് ടോക്ക് ഇങ്ങനെ ഒച്ച വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഖമനയെ ബോധ്യപ്പെടുത്താനാണ്. ഇവർ ഞങ്ങൾ ഇൻഡയറക്ട് ടോക്ക് ചെയ്യുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇവർക്ക് അവിടെ നിന്ന് സംസാരിക്കാൻ വരാൻ സാധിക്കില്ല. അപ്പം ഇത് ഈ സ്കൂളിൽ പോയിട്ടുള്ള എല്ലാവർക്കും അറിയാം, അമേരിക്കയുമായിട്ട് അല്ലെങ്കിൽ ഇസ്രായേലുമായിട്ട് ഒരു യുദ്ധത്തിന് പോയി കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന റിസൾട്ട് എന്താണെന്ന് ഒരു സാമാന്യ ബോധമുള്ള മനുഷ്യർക്കറിയാം. ഇത് താടിന്തിരിയും ഈ ഭൂമിക്കടിയിലിരിക്കുന്ന ഈ മനുഷ്യന് ഇതിനെക്കുറിച്ച് യാതൊരു ധാരണയില്ല. ഇനി അഥവാ ചത്തുപോയാൽ എന്താ, നമുക്ക് സ്വർഗത്തിലെ ഇതുപോലെ ഇതിനെ കഴിഞ്ഞൊക്കെ വലിയ വലിയ സൗകര്യങ്ങൾ സ്വർഗത്തിൽ കാത്തിരിക്കുകയല്ലേ, അപ്പം അങ്ങോട്ട് പോയാൽ പോലെ എന്നാണ് ഈ മനുഷ്യൻ ചോദിക്കുന്നത്. അപ്പം അത് സാമാന്യബോധമുള്ള മനുഷ്യർക്ക് അത് ഈ യുദ്ധത്തിൻ്റെ അനന്തരഫലങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നത് കൊണ്ട് അവരെ പലതരത്തിലും നിർബന്ധിച്ച് സ്നേഹബുദ്ധിയായി ഈ മനുഷ്യനെ കൊണ്ട് സമ്മതിപ്പിച്ചിട്ടാണ് അവിടെ നിന്ന് ചർച്ചയ്ക്ക് പോരുന്നത് എന്നാണ് ന്യൂയോർക്ക് ടൈംസ് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് വഴി അവർ പറഞ്ഞിട്ടുള്ളത്. കൂടാതെ ആക്സൻ ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ടെഹ്റാനിൽ നിന്ന് അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു ഡയറക്റ്റീവ് ഒരു ഇന്ററിം സെറ്റിൽമെന്റുമായിട്ട് ഇങ്ങോട്ട് പോരുക എന്നുള്ളതാണ്. ഇവിടെ അമേരിക്കയെ സംബന്ധിച്ച് ആവശ്യമുള്ളത് ന്യൂക്ലിയർ ഡിസ്മാൻഡിൽമെന്റ് ആണ്. ന്യൂക്ലിയർ ഡിസ്മാൻഡിൽമെന്റ് എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ സാന്നിധ്യത്തിൽ അവരുടെ ന്യൂക്ലിയർ പവറിന്റെ ന്യൂക്ലിയർ അറ്റോമിക് ഗവേഷണങ്ങൾ നടത്തുന്ന സ്ഥാപനങ്ങൾ തകർത്ത് കളയുക. ലിബിയ മോഡൽ എന്നാണ് അവർ പറയുന്നത്. അപ്പം അമേരിക്ക വേണ്ടത് അത്തരത്തിലുള്ള ന്യൂക്ലിയർ ഡിസ്മാൻഡിൽമെന്റ് ആണ്. നേരെ മറിച്ച് ഖമനേയി ഇവരെ പറഞ്ഞു വിട്ടിരിക്കുന്നത് ഒരു താൽക്കാലിക പറഞ്ഞു വിട്ടിരിക്കുന്നത് മീൻസ് അവരെ ഇദ്ദേഹത്തെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുള്ളത് ഒരു താൽക്കാലിക സെറ്റിൽമെന്റിലേക്ക് എത്താനാണ്. ആ താൽക്കാലിക സെറ്റിൽമെന്റിൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ പരിശോധനകൾ കുറേ കൂടി എലാബറേറ്റ് ആയിട്ട് ചെയ്യാൻ സമ്മതിക്കുവാനും കൂടാതെ അവരുടെ എൻറിച്ച്മെന്റ് സിവിൽ റിക്വയർമെന്റുകളിലേക്ക് ചുരുക്കി കൊണ്ടുവരുവാനും. അതായത് ഇപ്പോൾ 60% എൻറിച്ച്മെന്റിനുള്ള ഫെസിലിറ്റി അവർക്കുണ്ട്. ആ ഫെസിലിറ്റി അല്ലെങ്കിൽ അങ്ങനെ എൻറിച്ച്മെന്റ് നടത്തിയുള്ള യുറേനിയം മാറ്റുകയും അവർ 3.5% എന്നുള്ള എൻറിച്ച്മെന്റ് ലെവലിലേക്ക് പടിപടിയായി താഴ്ന്നു വരികയും ചെയ്യുന്ന ഒരു ഇന്ററിം എഗ്രിമെന്റിന് ഏർപ്പെട്ടുകൊണ്ട് വരാനാണ്. അതാണ് മാക്സിമം ആയിട്ട് ഖമനയെ സമ്മതിച്ചിട്ടുള്ളതായി ആക്സിം ന്യൂസ് റിപ്പോർട്ട് ചെയ്യുന്നത്. കൂടാതെ അവരുടെ മിസൈൽ പരീക്ഷണങ്ങളിലോ ഡ്രോൺ പരീക്ഷണങ്ങളിലോ ഒരു തരത്തിലുള്ള കോംപ്രമൈസും ഉണ്ടാവാൻ പാടില്ലെന്നും മിസൈൽ, ഡ്രോൺ എന്നിവ ചർച്ചയിലേക്ക് വരാൻ പാടില്ലെന്നും ഇവർക്ക് നിർദ്ദേശം കിട്ടിയിട്ടുണ്ട്. അമേരിക്കയെ സംബന്ധിച്ചും അമേരിക്ക അത് വളരെ വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ്. മിസൈൽ, ഡ്രോൺ എന്നൊന്നും അവരുടെ വിഷയമല്ല. ഇറാൻ കനോട്ട് ഹാവ് എ ന്യൂക്ലിയർ ബോംബ്, ഇത് മാത്രമാണ് ട്രംപ് പറഞ്ഞത്. ഇറാൻ കനോട്ട് ഹാവ് എ ന്യൂക്ലിയർ ബോംബ്, അത് വളരെ ക്ലിയർ ആണ്. ഇറാന് ഒരു ന്യൂക്ലിയർ ബോംബ് ഉണ്ടാവാൻ പാടില്ല, അത് ഉറപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് ഈ ചർച്ചയുടെ ലക്ഷ്യം എന്ന് അദ്ദേഹം പരസ്യമായി പ്രഖ്യാപിക്കുന്നത്. അതായത് ഇറാന്റെ കയ്യിൽ ഹൈലി എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടെങ്കിൽ നിശ്ചയമായും അത് അവിടുന്ന് ഒഴിവാക്കിയേ പറ്റൂ. അതിനിടയിലൂടെയും ഇറാന്റെ ഭാഗത്തു നിന്നും പ്രകോപനപരമായ പ്രസ്താവനകൾ ചില ആളുകൾ പുറപ്പെടുവിക്കുന്നുണ്ട്. ഇറാന്റെ സീനിയർ അഡ്വൈസർ ടു ഖമനേയി റിയർ അഡ്മിറൽ അലി ഷംഖണി എന്ന് പറയുന്ന ആൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു, അമേരിക്ക കൂടുതൽ വർത്തമാനം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർനാഷണൽ അറ്റോമിക് എനർജി ഏജൻസിയുടെ അവിടെയുള്ള റെപ്രസെന്റേറ്റീവ്സിനൊക്കെ ഞങ്ങൾ രാജ്യത്ത് നിന്ന് ചവിട്ടി പുറത്താക്കും, കൂടാതെ ഞങ്ങളുടെ എൻറിച്ച്ഡ് യുറേനിയം ഞങ്ങൾ അൺനോൺ സ്ഥലങ്ങളിലേക്ക് മാറ്റും. അപ്പം അദ്ദേഹം പറയുന്നത് അവിടെ എൻറിച്ച്ഡ് യുറേനിയം ഉണ്ടെന്നാണ്. അതിനെക്കഴിഞ്ഞ് ഒരു ദിവസം മുൻപ് പെഷേസ്കിയാൻ പറഞ്ഞത് അവരുടെ എൻറിച്ച്ഡ് യുറേനിയം ഇല്ല, അവർ ആറ്റോമിക് ബോംബ് പർസ്യൂ ചെയ്യുന്നില്ല, അങ്ങനെ ഒരു കാര്യമേ ശ്രമിച്ചിട്ടില്ല എന്നാണ് പെഷേസ്കിയാൻ പറയുന്നത്. അപ്പം ഇവർ തമ്മിൽ പറയുന്നത് ഈ രാജ്യത്തിൻ്റെ നേതൃത്വത്തിൽ ഇരിക്കുന്ന ആളുകൾ സംസാരിക്കുന്നത് തന്നെ ഘടകവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്.
അതുകൊണ്ട് തന്നെ ഇവരെ എത്രത്തോളം വിശ്വസിക്കാൻ സാധിക്കുമെന്നുള്ളതും വളരെ ആലോചിക്കേണ്ട വിഷയമാണ്. ഇവർ പറയുന്ന കാര്യങ്ങൾ മുഖവിലേക്ക് എടുക്കാൻ പറ്റുമോ? ഇവർ ഏർപ്പെടുന്ന കരാറുകളോട് ഇവർ വിശ്വസ്തത പുലർത്തുമോ? അങ്ങനെ കരാറുകളോട് വിശ്വസ്തത പുലർത്തുന്നില്ല എന്നൊരു സാഹചര്യം വന്നതുകൊണ്ടാണ് ട്രംപ് 2015 ഒബാമ ഏർപ്പെട്ട കരാറിൽ നിന്ന് ട്രംപ് വിഡ്രോ ചെയ്യാനുണ്ടായ കാരണം ഇവർ കരാറുകൾ പാലിക്കുന്നില്ല എന്ന അദ്ദേഹത്തിന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പൊ കരാറുകൾ വയ്ക്കുകയും അതിന്റെ പേരിൽ US നിന്ന് കൺസെഷൻസ് വാങ്ങിയെടുക്കുകയും അടിയിലൂടെ തുരപ്പൻ പണി വഴി അവർ ന്യൂക്ലിയർ റിസർച്ച് തുടരുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് 2018 ട്രംപ് ഇവരുടെ കരാറിൽ നിന്ന് പിന്തിരിയാൻ ഇടയായത്. അപ്പൊ ഇനി അത്തരം സാഹചര്യങ്ങളൊന്നും നിശ്ചയമായി അമേരിക്ക അനുവദിക്കുകയില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ ഈ ചർച്ചയിൽ ഏതു തരത്തിലുള്ള തീരുമാനങ്ങളാണ് എത്തിപ്പെടാൻ സാധ്യതയുള്ളത് എന്നത് കണ്ടറിയേണ്ടതാണ്. കൂടാതെ ഇറാന്റെ പ്രതിനിധികൾ റഷ്യയിലും ചൈനയിലും ഒക്കെ ഈ കഴിഞ്ഞ മാസങ്ങളിൽ പലതവണ യാത്ര ചെയ്യുകയുണ്ടായി. അപ്പോൾ റഷ്യയിൽ നിന്നും ചൈനയിൽ നിന്നും ഒക്കെ അവർക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻ, നിങ്ങൾ അമേരിക്കയുമായി ഈ ന്യൂക്ലിയർ പ്രശ്നത്തിൽ ഒരു കരാറിൽ ഏർപ്പെടുക എന്നുള്ള നിർദ്ദേശമാണ് അവർക്ക് കിട്ടിയത്. ഒരു യുദ്ധം ഒരു കാരണവശാലും നിങ്ങൾക്ക് ഗുണം ചെയ്യുകയില്ലെന്നും ഡയറക്റ്റ് വാറിൽ ഇവരാരും ഇൻവോൾവ് ചെയ്യുകയില്ല എന്നുമുള്ള കൃത്യമായ നിർദ്ദേശങ്ങളുടെയും ഡയറക്റ്റീവ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഇറാൻ ചർച്ചയ്ക്ക് ഇന്ന് മസ്കറ്റിൽ എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം.